എല്ലാ വഴികളും എന്റെ മുന്നിൽ ശത്രു ബന്ധിച്ച് മുദ്ര വെച്ച കവാടം തുറക്കുമേനി സൈന്യം വരും എല്ലാ വഴികളും എന്റെ മുന്നിൽ സ്വർഗ കവാടം തുറക്കുമേ സൈന്യം വരും. എത്ര ആനന്ദം ജീവിതം, ഇനി തെല്ലുമില്ല ജീവിതം. കാവലിനായി കണ്ട ദൂതരന്റെ എപ്പോഴും ആടുമൻ ജീവിത നാളുകളെല്ലാം നന്ദിയോട് പാടുമൻ ജീവിത നാളുകളെല്ലാം നന്ദിയോട് വാക്കുമാറാത്തവൻ മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളും മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളും കൈവിടുകില്ല. Praise the Lord. Greetings from sunny South Florida. യോഗം നയിക്കുന്ന ദേവദാസനും പാസ്റ്റർ ജോർജ് സ്റ്റീഫൻസനും മറ്റ് ദേവദാസന്മാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നിങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാനും വചനം ഷെയർ ചെയ്യുവാനും ഉള്ള അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to share with you bilingually a very brief message tonight. But I also want to say a greeting to friends who have joined us tonight who are connected with Bishop Moore College. Bishop Moore College in the ഞാൻ പാസ്സായിട്ട് അടുത്ത വർഷം 50 വർഷമാകാൻ പോകുകയാണ്. എൻ്റെ കൂടെ പഠിച്ചവര്, എന്നെ ഇന്റർനെറ്റ് വഴി കണ്ടുപിടിച്ചവര് ഞങ്ങളൊരു 7 പേര് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. 4 പേര് ഇന്ത്യയിലും 3 പേര് അമേരിക്കയിലും. 71 1971 ഫിസിക്സ് ക്ലാസ് ആയിരുന്നു. I was going to be a physics person, but God called me and I wound up being a theology person and a preacher of the gospel. So I want to send a special greeting to natives of Mavelikara and especially people connected with Bishop Moore College. ഇന്ന് രാത്രി ഒരു ലളിതമായ സന്ദേശത്തിന് വേണ്ടി 2 വേദഭാഗങ്ങൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നിന്ന്. Then Moses and the children of Israel sang this song to the Lord and spoke, saying, I will sing to the Lord, for he has triumphed gloriously. The horse and its rider he has thrown into the sea. Verse 20-21. Then Miriam the prophetess, the sister of Aaron, took the timbrel in her hand, and all the women went out after her with timbrels and with dances. And Miriam answered them, sing to the Lord, for he has triumphed gloriously. The horse and its rider he has thrown into this sea. മോശയും ഇസ്രായേൽ മക്കളും വന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. 20-ാം വാക്യം. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു.
Dear Lord, we thank you for your word. Thank you for your people. Speak to us in these moments. In Jesus' name we pray. Amen. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ the book of Hebrews clearly says that Christian life is a pilgrimage. These all died in faith. They were strangers and pilgrims. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിനന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. We are pilgrims according to God's word, especially in the book of Hebrews. I looked at the meaning of the word. ഈ pilgrim എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഇംഗ്ലീഷിലെ വാക്കിന്റെ അർത്ഥം ഞാൻ നോക്കി. വെബ്സ്റ്ററുടെ ഡിക്ഷണറിയിൽ one who travels to a holy place, ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്ന ആൾ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിൽ പറഞ്ഞിരിക്കുന്നത് തീർത്ഥയാത്രക്കാരൻ. പിൽഗ്രിം എന്ന് പറഞ്ഞാൽ തീർത്ഥയാത്രക്കാരൻ എന്നാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ജോൺ ബെനിയൻസ് പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന പുസ്തകം മലയാളത്തിൽ തർജ്ജിമ ചെയ്തിരിക്കുന്നതിന്റെ പേര് പരദേശി മോക്ഷയാത്ര എന്നാണ്. അപ്പൊ പിൽഗ്രിം എന്ന് പറഞ്ഞാൽ മോക്ഷയാത്രക്കാരൻ എന്നാണ്. This evening I am coming to you with a very simple message. ഒരു ലളിതമായ സന്ദേശമാണ്. ആ സന്ദേശം ഇതാണ്: മരുഭൂമിയിലൂടെയുള്ള ഒരു യാത്രയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ യാത്ര പാടിക്കൊണ്ട് നമുക്ക് തുടരാം. നാം ഒരു മരുഭൂമി യാത്രയിലാണ് കടന്നു പോകുന്നത്. Praise your way through, sing your way through. പാടിക്കൊണ്ട് ഈ യാത്ര നമുക്ക് തുടരാം. We are pilgrims. We are pilgrims. The Bible is a book about immigrants. The Bible is a book about pilgrims. വേദപുസ്തകം പരദേശി മോക്ഷയാത്രക്കാരെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. Abraham was an immigrant. അബ്രഹാം ഒരു ഇമിഗ്രന്റ് ആയിരുന്നു. ഐസക് ഒരു മോക്ഷയാത്രക്കാരനായിരുന്നു. യാക്കോബ് ഒരു മോക്ഷയാത്രക്കാരനായിരുന്നു. Joseph was a immigrant. Moses was an immigrant, an exile. Joshua was an immigrant. Caleb was an immigrant. Miriam was an immigrant. So we can call them pilgrims. ഞാൻ ഈ പറഞ്ഞ പേരുകൾ പിൽഗ്രിംസിന്റെ പേരുകളാണ്. ഒരു വർഷത്തോടെ നാം നോക്കുകയാണെങ്കിൽ പരദേശി യാത്രക്കാരാണ്, പരദേശി മോക്ഷയാത്രക്കാരാണ്. സ്വർഗീയ പൗരന്മാരെന്ന നിലയിൽ നാം പരദേശികളാണ് ഈ ഭൂമിയിൽ. ആൻഡ് അവർ ലൈഫ് ഈസ് എ ജേർണി ഓഫ് ഫെയ്ത്ത്. നമ്മുടെ ജീവിതം ഒരു വിശ്വാസ യാത്രയാണ്. The Bible tells us that we are saved by faith. നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. We walk by faith. നാം വിശ്വാസത്തിൽ നടക്കുന്നു. We live by faith. വിശ്വാസത്താൽ ജീവിക്കുന്നു. And we die in faith at the end of the journey according to Hebrews. ഈ യാത്ര വിവിധമായ സ്ഥലങ്ങളിൽ കൂടാണ് നാം നയിക്കുന്നത്. വാലികളിൽ കൂടെ കടന്നു പോകുന്ന സമയങ്ങളുണ്ട്, താഴ്വരകളിൽ കൂടെ, പർവ്വത നിരകളിൽ കൂടെ പോകുന്ന സമയമുണ്ട് ജീവിതയാത്രയിൽ, ഈ വിശ്വാസയാത്രയിൽ. കൽപ്രദേശങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയവും ഈ പരദേശി യാത്രയിൽ നമുക്കുണ്ടാകാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ we are traveling through desert. നാം മരുഭൂമിയിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. Desert is a place with heat in the day and cold at night. പകൽ വലിയ ചൂടും രാത്രിയിൽ വലിയ തണുപ്പുമുള്ള ഒരു പ്രദേശമാണ് ഈ ഡെസേർട്ട് എന്ന് പറയുന്നത്. മണലിൽ പാമ്പുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്യുവാനാണ് ഈ ഇസ്രായേൽ മക്കൾ ആരംഭിച്ചത്. അവരുടെ യാത്രയുടെ ആരംഭത്തിലെ പാട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. അവർ പാടിയാണ് യാത്ര തുടങ്ങിയത്, എന്നാൽ അവരുടെ പാട്ട് നിന്നുപോയി. ഇന്നത്തെ സന്ദേശം, ഈ ലോകം ഒരു വല്ലാത്ത ഘട്ടത്തിലായിരിക്കുന്നുവെന്ന് ദേവദാസൻ നമ്മെ ഓർപ്പിച്ചല്ലോ പ്രാർത്ഥനയ്ക്ക് മുമ്പായി. We are going through a desert experience. ഈ കോവിഡിന്റെ ശല്യവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലം നാം ഏവരും കടന്നു പോകുന്നത് ഒരു മരുഭൂമി സമയത്തുകൂടാണ്. നമ്മുടെ പിൽഗ്രിമേജിൽ, നമ്മുടെ ഈ മോക്ഷയാത്രാ കാലത്ത് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ഡെസേർട്ടിൽ കൂടെയാണ്.
My simple message is this: let us sing our way through. Let us sing our way through. പാടിക്കൊണ്ട് ഈ യാത്ര തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മോശയും ഇസ്രായേൽ മക്കളും വന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലി. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ. God's will for us at this time is not to live in fear, not to lose our song, but to sing our way through this difficult period of time. നമ്മുടെ ഈ കാലഘട്ടം ഭയത്തിൽ ചെലവഴിക്കുവാനല്ല, ദുഃഖത്തിൽ ചെലവഴിക്കുവാനല്ല, സംഗീതം നഷ്ടപ്പെടുത്തുവാനല്ല, മറിച്ച് പാട്ടോടുകൂടെ ഈ മരുഭൂയാത്ര നാം തുടരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പലരും ടെക്സാസിലുള്ളവരുണ്ട്, ഫ്ലോറിഡയില്, ഇവിടെയൊക്കെയും പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ സാഹചര്യത്തെ മാത്രം നോക്കിയാൽ നിരാശപ്പെട്ടു പോകുന്ന പലതും നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രിയിലെ വചനത്തിൽ നിന്നുള്ള ചെറിയ സന്ദേശം നാം പാട്ട് പാടിക്കൊണ്ട് ഈ യാത്ര തുടരുകയെന്നാണ്. I want to give you 3 simple reasons why we can sing our way through. 3 ലളിതമായ കാരണങ്ങൾ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. Number 1, we can sing our way through because God is with us. നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് ഈ മരുഭൂമിയിൽ നമുക്ക് പാടിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. Look at God's promise to Isaac. Then the Lord appeared to him and said, do not go down to Egypt. Live in the land of which I shall tell you. Dwell in this land. I will be with you and bless you. ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്നോടുകൂടെ ഇരുന്ന്, ദൈവത്തിന്റെ വാഗ്ദത്തം ഐസക്കിനോടുള്ളത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ട്. അതുണ്ടായിരുന്നു. ഇസ്ഹാക്കിനെ നേരിട്ട് കണ്ടവർ പറയുന്നതാണ് ഉൽപ്പത്തി 26:28. അതിനവർ, ഞങ്ങൾ സ്പഷ്ടമായി യഹോവ നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. Child of God, God is with us. He is promised to be with us, and he will be with us in a way that people who watch us can see that God is with us. നമ്മെ കാണുന്നവർക്ക് സാക്ഷ്യം പറയുവാൻ കഴിയത്തക്കവണ്ണം ദൈവം ഇവരോടുകൂടെ ഉണ്ടെന്ന് നമ്മെ കാണുന്നവർ സാക്ഷ്യം പറയത്തക്കവണ്ണം ദൈവം നമ്മോടുകൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ് അവൻ പ്രോമിസ് ചെയ്യുന്നത്, നമുക്ക് പാടുവാൻ സാധിക്കും. യാക്കോബിനോട് പറയുന്നത് കേൾക്കുക, റിട്ടേൺ ടു ദ ലാൻഡ് ഓഫ് യുവർ ഫാദേഴ്സ് ആൻഡ് യുവർ ഫാമിലി ആൻഡ് ഐ വിൽ ബി വിത്ത് യു. അപ്പോൾ യഹോവ യാക്കോബിനോട് 31:3, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. സോ പ്രോമിസ് ടു ഐസക് ഈസ് ഐ എം വിത്ത് യു. ഇസഹാക്കിനോട് പറയുന്നത്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. യാക്കോബിനോട് പറയുന്നത്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. യാക്കോബ് യോസഫിനോട് പറയുന്നത് ജെനസിസ് 48:21 നാം വായിക്കുന്നു. യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. God will be with you. That is the promise given to him. മോശയോട് പറയുന്നത് കേൾക്കുക, and he said, my presence will go with you and I will give you rest. Exodus 33:14, പുറപ്പാട് 33:14, ഞാൻ my presence will go with you and I will give you rest. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. മോശയോടും അതേ വാഗ്ദത്തമാണ്, I will be with you. You see the same promise given to Joshua in Joshua 1:5. As I was with Moses, so I will be with you. I will not leave you nor forsake you. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഇസഹാക്കിനോടുള്ള വാഗ്ദത്തം, യാക്കോബിനോടുള്ള വാഗ്ദത്തം, യോസേഫിനോടുള്ള വാഗ്ദത്തം, മോശയോടുള്ള വാഗ്ദത്തം, യോശുവയോടുള്ള വാഗ്ദത്തം. The same promise is given to Gideon.
God is saying, surely I will be with you. Judges 6:15 and 16. Surely I'll be with you, and you shall defeat the Midianites as one man. യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. Child of God, we can sing our way through this desert because we are not alone. Our God is with us. ഈ മരുഭൂമിയിൽ കൂടെ പാട്ടുപാടിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ നാം തനിച്ചല്ല ഈ മരുഭൂമി യാത്ര ചെയ്യുന്നത്. ഇസ്രയേലിന്റെ പാട്ട് നഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ പാട്ട് പരാതിയായി തീരാതെ സംഗീതത്തോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. കാരണം അതേ വാഗ്ദത്തം യെശയ്യാവിൽ കൂടെ നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുകയാണ്. പഴയ നിയമം 41:10 യെശയ്യാവ്. Fear not, for I am with you. Be not dismayed, for I am your God. I will strengthen you. Yes, I will help you. I will uphold you with my righteous right hand. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. യെശയ്യാവിൽ കൂടെ നമ്മോട് സംസാരിക്കുകയാണ്. അത് ഒരു വാക്യം കൂടെ പഴയ നിയമത്തിൽ നിന്ന് വായിക്കാം. യിരെമ്യാവിനോടും അത് തന്നെ പറയുന്നത്. ജെറമായ chapter 1 verse 8. Do not be afraid of their faces, for I am with you to deliver you, says the Lord. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടത് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. So the Old Testament from the beginning keeps this promise, keeps giving this promise. God says to ഇസഹാക്കിനോടും യാക്കോബിനോടും യോസെഫിനോടും മോശയോടും യോശുവയോടും ഗിദെയോനോടും യെശയ്യാവിനോടും യിരെമ്യാവിനോടും എല്ലാം പറയുന്നത് എന്താണ്? നീ തനിച്ചല്ല ഈ മരുഭൂയാത്രയിൽ, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്നാണ്. അത് നാം പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവ് വ്യക്തമായി നമ്മോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പരിചയമുള്ള വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് പരാതിപ്പെടേണ്ട ആവശ്യമില്ല, നമ്മുടെ സംഗീതം നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്നും പാടിക്കൊണ്ട് യാത്ര തുടരാമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. റീസൺ നമ്പർ 1, God is with us. Second reason, God is our provider. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ നാം നോക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വേണമായിരുന്നു. ദൈവം അവർക്ക് മന്നായെ കൊടുത്തു. ദൈവം അവർക്ക് മന്ന കൊടുത്തു. പുറപ്പാട് പുസ്തകം 16-15. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറ് എന്തെന്ന് അറിയാകിയാൽ ഇത് എന്തെന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. അവൻ അവർക്ക് മന്നായെ കൊടുത്തു. അവർക്ക് മീറ്റ് വേണ്ടി വന്നപ്പോൾ ദൈവം അവർക്ക് കാടയെ കൊടുത്തെന്ന് നാം വായിക്കുന്നു, ക്വെയിലിനെ. Chapter 16:13, and it came to pass that even the quails came up. 16-13 വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി. പ്രഭാതകാലത്ത് പാളയത്തിന് ചുറ്റും മഞ്ഞു വീണ് കിടന്നു. നാം വായിക്കുന്നത്, God provided food for them. God provided manna for them. God provided meat for them. And we know how he provided water for them. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. മാറായെ മധുരമാക്കി. ജലം അവൻ ജനത്തിന് ദാഹത്തിന് മരുഭൂമിയിൽ വെച്ച് നൽകിയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവമക്കളെ, we can sing our way through the desert because God is not only with us, but he has promised to provide all our needs. We can sing because he has all our provisions under control. All our provisions are there in him. അവനിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. അവൻ നൽകുന്നവനാണ്. അതുകൂടാതെ പഴയ നിയമത്തിൽ നാം വായിക്കുന്നു, അവർക്ക് ആ യാത്രയിൽ രോഗസൗഖ്യവും ദൈവം നൽകി. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. സംഖ്യാപുസ്തകം 21:8. ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. സഹോദരി സഹോദരന്മാരെ, God provided food, God provided water, God provided healing in the desert.
in the desert. നാം ഒരു മരുഭൂമിയിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ സംഗീതം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. സങ്കീർത്തനം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരട്ടെ. ഇസ്രായേൽ മക്കൾ പാടി തുടങ്ങിയതാണ്. അവരുടെ പാട്ട് നഷ്ടപ്പെട്ടുകൊണ്ട് അവർ മരുഭൂമിയിൽ വട്ടം കറങ്ങേണ്ടി വന്നു. ഇന്ന് രാത്രി ദൈവം നമ്മോട് പറയുന്നത്, പാടിക്കൊള്ളുക, പാട്ട് നിർത്തണ്ട, ബിക്കോസ് ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഞാൻ നിന്റെ ആവശ്യങ്ങളെ എല്ലാം നടത്തി തരുമെന്ന് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നു. ഇത് തന്നെയാണ് പുതിയ നിയമത്തിലും. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവ് അവർക്ക് ഭക്ഷണം നൽകി. After the resurrection, the disciples went all discouraged. They went to fishing. അവര് ഫിഷിംഗ് കഴിഞ്ഞ് കരയ്ക്കടുത്തപ്പോൾ കർത്താവ് അവർക്ക് ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുകയാണ്. നാം വായിക്കുന്നു ജോൺ 21:9, യോഹന്നാൻ 21:9. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഇത് അവർ പിടിച്ച മീനല്ല. Jesus provide for them food, just like the Old Testament. He also helped his disciple Peter with his livelihood. ജീവിത മാർഗത്തിന് യേശു സഹായിച്ചു. ഓർക്കുന്നു, പീറ്റർ ഇൻവൈറ്റഡ് ജീസസ് ഇൻ ഹിസ് ബോട്ട്. ബോട്ട് വാസ് ഹിസ് ബിസിനസ്. അവന്റെ പടകാരൻ, അവന്റെ ബിസിനസ്, മീൻ പിടിക്കുന്ന പടകന്റെ അവന്റെ ബിസിനസ്സിലേക്ക് യേശുവിനെ ക്ഷണിച്ചപ്പോൾ ആഴത്തിലേക്ക് വലയിടുവാൻ പറഞ്ഞ് അവന്റെ ജീവിത മാർഗത്തിന് കർത്താവ് അവനെ സഹായിച്ചു എന്ന് നാം വായിക്കുന്നു. അവൻ ഭക്ഷണം നൽകുന്നു, ജീവിതമാർഗം നൽകുന്നു, സാമ്പത്തിക കാര്യത്തിൽ ദൈവം സഹായിക്കുന്നു. എങ്ങനെ അറിയാം? Peter and Jesus had to pay temple tax. Temple tax കൊടുക്കാൻ കാശില്ലാതിരുന്നപ്പോൾ നാം വായിക്കുന്നു, കർത്താവ് അവനോട് പറയുകയാണ്, Matthew 17:27, go thou to the sea and cast a hook and take up the fish that first comes up. And when thou hast opened his mouth, thou shalt find a piece of money. Take and give unto them for me and thee. എങ്കിലും നാം ഇവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർധർമ്മ പണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുന്ന് പറഞ്ഞാൽ, God provided food, God provided livelihood, and God provided finances. And I don't need to explain to you, Jesus also healed them. Child of God, tonight the word of God is exhorting us. Sing your way through the desert where you are now. ഈ മരുഭൂമിയിൽ പാടിക്കൊണ്ട് മുമ്പോട്ട് പോവുക. ഒന്നാമത്തെ കാരണം, ദൈവം നമ്മോട് കൂടെയുണ്ട്. രണ്ടാമത്തെ കാരണം, ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളെയും നിറവേറ്റി തരും. ഒരു കാരണം കൂടെ ചുരുക്കമായി പറഞ്ഞ് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. You can praise your way through the desert because God's purposes for your life will be fulfilled. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം തീരുന്നത് വരെ നിനക്ക് ഒരു അനർത്ഥവും വരികയില്ലെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത് കൊണ്ട് ഈ മരുഭൂയാത്രയിൽ നീ ചൂടിനെ ഭയപ്പെടേണ്ട, തണുപ്പിനെ ഭയപ്പെടേണ്ട, പാമ്പിനെ ഭയപ്പെടേണ്ട, മുമ്പോട്ട് പാടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. God had a plan for Abraham. അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. God's plan was fulfilled. യോസഫിനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ജോസഫ്, you will not die in the pit. Your end will not be in the pit. നിന്റെ അന്തം ഒരു പൊട്ടക്കിണറ്റിലായിരിക്കുകയില്ല ജോസഫേ. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. മോശയെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. മോശെ, നീ ആ ചെറിയ പടകിൽ ആ നൈൽ നദിയിൽ മരിച്ചു പോകയില്ല. നീ കടന്നു പോകുന്ന സമയം കഴിയും. നിന്നെക്കുറിച്ച് വലിയൊരു ഉദ്ദേശം നിന്റെ ദൈവത്തിനുള്ളത് കൊണ്ട് നീ അവിടെ എത്തിച്ചേരാതെ ഇരിക്കുകയില്ല. നീ കടന്നു പോകുന്ന വഴികൾ ദുർഘടമെങ്കിലും നീ എത്തേണ്ടിടത്ത് അവൻ നിന്നെ എത്തിക്കും. ഡാനിയൽ, നീ അവിടെ നിന്നെ തന്നെ ഡിഫൈൽ ചെയ്യുകയില്ല. ബാബിലോണിൽ നീ അവിടെ എനിക്ക് പ്രയോജനമുള്ളവനായി തീരും. കാരണം God had a plan for Daniel. God had a plan for Elijah. God had a plan for Jonah. യോനായെ കുറിച്ചും ദാനിയേലിനെ കുറിച്ചും ഏലിയാവിനെ കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. പൗലോസിനെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നുകൊണ്ടാണ് വലിയ കൊടുങ്കാറ്റിൽ, ഞാൻ പണ്ട് സൂചിപ്പിച്ചതുപോലെ വലിയ കൊടുങ്കാറ്റിലാണ് എല്ലാവരും മരിക്കുന്ന അന്തരീക്ഷമായപ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ വന്ന് അവനോട് സംസാരിക്കുകയാണ്. അവൻ ആ ജനങ്ങളോട് പറയുകയാണ്, ദൈവം അവനോട് എന്തോ പറഞ്ഞതെന്ന്. എന്റെ ഉടയവനും, ആക്ട് 27, പ്രവൃത്തികൾ 27:23, എന്റെ ഉടയവനും ഞാൻ സേവിച്ച് വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
Paul must be in Rome. റോമിൽ ചെന്ന് സീസറിന്റെ മുമ്പിൽ നിൽക്കുന്നവരെ എത്ര കൊടുങ്കാറ്റ് വന്നാലും ഇവൻ ഒന്നും വരാൻ പോകുന്നില്ല. പൗലോസിനെ കുറിച്ചുള്ള ദൈവോദ്ദേശം, അവൻ റോമിൽ ചെന്ന് ആ സീസറിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുകയും അവിടെ അവന്റെ കൂടെയുള്ള അവനെ നോക്കുന്ന കുറെ പടയാളികൾ രക്ഷിക്കപ്പെടുകയും ആ സീസറിന്റെ പാലസിൽ തന്നെ യേശുവിന്റെ ശിഷ്യന്മാരുണ്ടാകുകയും ഒക്കെ ആവശ്യങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ. പൗലോസിനെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശമുള്ളത് കൊണ്ട് ആ കൊടുങ്കാറ്റിനിടയിൽ അവനൊന്നും പറ്റുകയില്ല. അന്നേരത്തെ സാഹചര്യങ്ങളുടെ കുറെ കലക്കമല്ലാതെ അവനൊന്നും പറ്റിയില്ല. പൗലോസിനൊന്നും പറ്റിയില്ലെന്ന് ദൈവവചനം പറയുന്നു. Child of God, God has a plan for your life. Peter, I'll conclude here. Peter, you will not end up being a betrayer of Jesus. നിന്റെ അന്ത്യം യേശുവിനെ ബിട്രേ ചെയ്തവനായിട്ടായിരിക്കില്ല. Instead, you will stand on the day of Pentecost and preach the good news of the gospel of the kingdom. You will preach that the Holy Spirit has been promised and the Spirit has come. You will stand up and say, this is what the prophet promised. പത്രോസേ, നീ യേശുവിനെ ഉപേക്ഷിച്ചവനായിട്ടല്ല അവസാനിക്കാൻ പോകുന്നത്. പെന്തക്കോസ്ത് നാളിൽ നീ ഒരിക്കൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കും. പ്രവാചകൻ പറഞ്ഞ വാക്കുകളുടെ പൂർത്തീകരണമാണ് നിങ്ങൾ കാണുന്നത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പ്രവാചകനായ യോവേൽ പറഞ്ഞതാണ് നിങ്ങൾ കാണുന്നതെന്ന് പത്രോസ് പ്രസംഗിച്ചേ തീരൂ. അതുവരെ ഒന്നും വരാൻ പോകുന്നില്ല. ആകയാൽ sing your way through the desert. ഈ മരുഭൂമിയിൽ പാടിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കാരണം നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. കാരണം അവൻ നമ്മുടെ സകല ആവശ്യങ്ങളെയും പോറ്റിത്തരത്തക്കവണ്ണം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതിലുപരിയായി അവന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ തലമുറകളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ദൈവോദ്ദേശം സാധിച്ചു തീരുന്നത് വരെ അവന്റെ കരം നിന്റെ മേലിരിക്കും. ഈ മരുഭൂമിയിൽ ഒന്നിനെയും ഭയപ്പെടാതെ പാടിക്കൊണ്ട് മുമ്പോട്ട് പോകുക. ദൈവത്തിന്റെ ഉദ്ദേശം പൂർത്തിയാകപ്പെടട്ടെ ദൈവമക്കളെ. അതിനൊക്കെ ഉപരിയായിട്ട് ഈ യാത്രയുടെ അവസാനത്തിൽ ദൈവം സൃഷ്ടിയായി ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിലേക്കാണ് നമ്മുടെ ഈ യാത്ര. തീർച്ചയായും ഒരു ദിവസം നാം അവിടെ ചെന്ന് ചേരും. ഒരു ദിവസം നമ്മുടെ ഈ പരദേശി മോക്ഷയാത്ര ഒരു മഹാനഗരത്തിൽ ചെന്ന് അവസാനിക്കും. അവിടെ നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന എന്റെ സ്നേഹിതരും എന്നെ കേൾക്കുന്ന ഈ സഭയിലുള്ള അംഗങ്ങളും ഇന്ന് രാത്രി പ്രോത്സാഹിക്കപ്പെടാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പാടിക്കൊണ്ടുപോയിക്കൊള്ളുക. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം മീറ്റ് ചെയ്തു തരും. അതുകൂടാതെ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം സാധിക്കുകയും നിങ്ങൾ എത്തേണ്ട നഗരത്തിൽ എത്തുകയും ചെയ്യും. ആകയാൽ സങ്കീർത്തനങ്ങളിലാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും. May the Lord bless you as you sing your way through.